ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതൊക്കെ ചെയ്യാനാണ് കഴിഞ്ഞ പാർലമെന്റ് അംഗങ്ങളുടെ യോഗത്തിന് ഉയർന്നു വന്ന നിർദ്ദേശം. അതിന് പാർലമെന്റ് അംഗങ്ങളുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരൊറ്റക്കെട്ടായി അത്തരം കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കാണുന്നതിന് ഗവൺമെന്റിനോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശുഭസൂചകമായ ഒരു നീക്കമാണ്. അങ്ങനെ എല്ലാവരെയും സഹകരിപ്പിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ത്വരിതഗതിയിലുള്ള നീക്കങ്ങളാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും ആ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രതിഷേധങ്ങൾ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് ഓരോന്നിൻ്റെയും മെറിറ്റിന്റെ അടിസ്ഥാനത്തില്ല. കാരണം ഒരാൾക്ക് ശരിയാണെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് തെറ്റായിരിക്കും. കാരണം അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഏർപ്പാടായിട്ട് സമരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നും പിന്തിരിയണമെന്ന് പറയുന്നത് അത് പിന്തിരിയണോ വേണ്ടതെന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ശരി തെറ്റുകൾ സമരം നടത്താൻ തീരുമാനിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി ഉന്നയിക്കുന്നു. അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു നിർദ്ദേശമായി നമുക്കതിനെ സ്വീകരിക്കാമോ? നമുക്ക് വേണ്ടത് എന്താണ്? ആരോഗ്യമേഖലയിലായാലും വന്യജീവിയുടെ കാര്യത്തിലായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. പരിഹാരം കാണാൻ ഈ നിർദ്ദേശം പോരെന്ന എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, രാഷ്ട്രീയ ആവശ്യമാണ്. അങ്ങനെ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരുന്നയിക്കും. അങ്ങനെ ചെയ്യുന്നതിന് വേറെ വിരോധമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നുന്നില്ല. കാരണം അത് നമുക്ക് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും പക്ഷമില്ലാത്തൊരു ഭാഗമാണ് വേണ്ടത്. ഇന്നത് ചെയ്താൽ നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന നിർദ്ദേശമാണ് വേണ്ടത്. ഇതിപ്പോൾ നിർദ്ദേശമാണല്ലോ രാജിവെക്കണം എന്നുള്ളത്. ആ നിർദ്ദേശത്തിൽ സ്വീകരിച്ചതുകൊണ്ട് എന്താ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കാണുക? പ്രശ്നപരിഹാരാർത്ഥം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ ഗൗരവത്തിൽ കാണുകയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി അവസാനിക്കുകയും ചെയ്യും. അല്ല, അദ്ദേഹം കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും ചേർന്ന എംപിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. എംപിമാരെല്ലാവരും ആ പ്രശ്നം ഉന്നയിച്ചിരുന്നു. കാരണം അവർ നിർലോഭമായ സഹായമാണ്, പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നത് നന്നായി എന്നൊരു നിലപാടാണ് എടുത്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റിന്റെ നിലപാടുകളുടെ വിരുദ്ധമല്ല, സഹായകമായ നിലപാടാണ്. ശരി.